ജപമാല വചനം ചൊല്ലി അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി ആദിയ നിദാനാഥ നിൻ തിരുമുൻപിൽ അണയുന്നു പ്രത്യാശയോടെ നിൻ ഹൃദയമപ്പടിവാതിലിൽ മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ അമ്മ മനസ്സ് എന്ന ഈ ധ്യാന ശുശ്രൂഷ നാളെ പൂർത്തിയാകും. നാളെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. സ്വർഗത്തിൻ്റെ ഈ രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഭൂമിയിൽ സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. അമ്മ തിരുസഭയുടെ അമ്മയാണ്. അമ്മ സ്വർഗത്തിൻ്റെ അമ്മയാണ്. അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. അമ്മ നമുക്ക് പാപികൾക്ക്, രോഗികൾക്ക് സ്വസ്ഥതയും സങ്കേതവുമാണ്. അമ്മ സമാധാനത്തിൻ്റെ ഉറവിടമാണ്. അമ്മ മാലാഖമാരോടൊത്ത് സന്തോഷിക്കുമ്പോൾ നമുക്കും സന്തോഷിക്കാൻ ഏറെയുണ്ട്. നമുക്ക് ഈ അമ്മയ്ക്ക് കൊടുക്കുവാനുള്ള സ്നേഹസമ്മാനം നമ്മുടെ വിശുദ്ധ ജീവിതം ആകട്ടെ. നമുക്കറിയാം പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധരായി മാറുവാൻ സ്വർഗം ഒരുക്കിയ സംവിധാനമാണ് തിരുസഭ. ഇത് നാം പ്രത്യേകം തിരുസഭയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിനമാണ്. തിരുസഭയിലൂടെ നമുക്ക് നൽകപ്പെട്ട എല്ലാ നൽവരങ്ങൾക്കും നന്ദി പറയാം. തിരുസഭയുടെ അമ്മ നിരന്തരം നമ്മെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്നു. തിരുസഭയുടെ ശുശ്രൂഷകരെ, പ്രേക്ഷിത ശുശ്രൂഷകളെ ഒക്കെ പരിശുദ്ധ അമ്മ വഴി നമുക്കൊന്ന് ആശീർവാദത്തിനായി വിട്ടുകൊടുക്കാം. അമ്മ ഒരുപാട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് തിരുസഭയ്ക്ക് വേണ്ടിയിട്ടാണ്. തിരുസഭയ്ക്ക് വേണ്ടി അവൾ ഒരുപാട് കണ്ണുനീരൊഴുക്കുന്നുണ്ട്. പൗരോഹിത്യത്തിന് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, തിരുസഭയുടെ മക്കൾക്ക് വേണ്ടി, തിരുസഭയുടെ ആദിമ ചൈതന്യം തിരികെ പിടിക്കാൻ വേണ്ടി അവൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അമ്മയോടൊപ്പം തിരുസഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ മാതാവ് നമുക്ക് വേണ്ടി കോട്ടയും കാവലുമാകട്ടെ. നമുക്കിന്നേ ദിവസം തിരുസഭയെ പ്രത്യേകമാം വിധം എല്ലാ അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന്, അവിശ്വാസങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഭിന്നതകളിൽ നിന്ന്, പടലപ്പിണക്കങ്ങളിൽ നിന്ന്, താൻപോരിമാ ഭാവങ്ങളിൽ നിന്ന്, അഹന്തകളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധ അമ്മയുണ്ട്. അമ്മേ, ഞങ്ങളുടെ തിരുസഭയെ, അമ്മയുടെ തിരുസഭയെ സ്വർഗത്തിന് താഴ്ത്തിയേൽപ്പിക്കുന്നു. കാൽവരി മലയിൽ സുധനോടൊപ്പം സഹരക്ഷകയാമൻ അമ്മേ. കാൽവരി മലയിൽ സുധനോടൊപ്പം സഹരക്ഷകയാമൻ അമ്മേ. അണയും നീ മക്കൾ നിൻ സവിധേ നിറകണ്ണുകളോടെ നിൻ സവിധേ. അണയും നീ മക്കൾ നിൻ സവിധേ നിറകണ്ണുകളോടെ നിൻ സവിധേ. അമ്മേ,
തിരുക്കച്ചയാൽ പൊതിയേണമേ അമ്മേ, തിരുക്കച്ചയാൽ പൊതിയേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ അമ്മേ, തൂകേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ അമ്മേ, തൂകേണമേ, തൂകേണമേ അമ്മേ, തൂകേണമേ. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും, അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിലാണ്. ഈ തിരുനാളിൻ്റെ നന്മകളും നൽവരങ്ങളും ഏവർക്കും ഈ ദിവസങ്ങളിൽ ദൈവം സമൃദ്ധമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ സ്വർഗത്തോട് ചോദിച്ചാൽ ഒന്നും സ്വർഗം നിഷേധിക്കില്ല. കാരണം സ്വർഗത്തിന് അത്രമേൽ ഇഷ്ടപുത്രിയാണ് അവൾ. അവളുടെ ഒരു യാചനയും നിരസിക്കാത്ത സ്വർഗം ഈ 8 ദിവസവും നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ നൽവരങ്ങൾ നൽകുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ 8 നോമ്പിൽ വളരെ യോഗ്യതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കറിയാം, ഈ 8 ദിവസവും നന്നായി ഉപവസിച്ച് നോമ്പെടുത്ത് വർജനയോടെ പ്രാർത്ഥനയോടെ നടക്കുന്ന ആളുകളെ എനിക്കറിയാം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഈ പല സ്ഥലങ്ങളിലും കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ് സഭകളിൽ ഈ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതായി വളരെ തീക്ഷ്ണതയോടെ എടുക്കുന്ന ധാരാളം കുടുംബങ്ങളെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ നോമ്പ് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരല്പം ആശങ്ക ഉണ്ട്. പലപ്പോഴും ഈ ലോകത്തിൻ്റെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നോമ്പെടുക്കുന്നവരുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ്, ഉപവാസം, പ്രാർത്ഥന ഇതൊക്കെ നാം എടുക്കുമ്പോൾ ബൈബിൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 8 ദിവസം നോമ്പെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് വിദേശയാത്ര തരപ്പെടും, രോഗസൗഖ്യങ്ങളുണ്ടാകും, നമുക്ക് ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും നടന്നു കിട്ടും, തടസ്സങ്ങൾ അനുഭവിക്കുന്ന മേഖലകളിൽ വിടുതലുണ്ടാകും, വീട് പണി നടക്കും, കാര്യങ്ങളൊക്കെ ഓക്കെയാകും. നോമ്പെടുത്ത് അങ്ങനെ വളരെ മിടുക്കന്മാരും മിടുക്കികളുമാണ് നമ്മൾ. ഇതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിവുണ്ട്. അതിനുള്ള പ്രത്യേക ഒരു തന്മയത്വമൊക്കെ നമുക്കുണ്ട്. പക്ഷെ ബൈബിൾ എന്തുകൊണ്ടാണ് നോമ്പെടുക്കണമെന്ന് പറയാൻ കാര്യം? ബൈബിൾ നോമ്പെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ 40 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. മോശ എന്തിനാണ് നോമ്പെടുത്തതെന്ന് അറിയാമോ? മോശ 10 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല. മോശ നോമ്പെടുത്തത് ഒരു വരുമാനമാർഗം തുറന്നു കിട്ടാനല്ല. മോശ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയുടെ കയ്യിലേക്ക് കൊടുത്തതാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ വെറുതെ ഒരു ഫലകമല്ല, മറിച്ച് ഒരു ജനതയുടെ ദിശാബോധത്തിന് സ്വർഗം വെളിപ്പെടുത്തിയ വെളിപാടുകളായിരുന്നു മോശയ്ക്ക് ദൈവം കൊടുത്തത്. മോശ നോമ്പെടുത്തപ്പോൾ നോമ്പിൻ്റെ ഒടുവിൽ മോശയ്ക്ക് കിട്ടിയത് ഒരു ജനതയുടെ ആവിർഭാവത്തിന്, ഒരു ജനതയുടെ നടത്തിപ്പിന്, ഒരു ജനതയുടെ നിലനിൽപ്പിനാവശ്യമായ വ്യക്തവും ധിഷണാശക്തിയുമുള്ളതുമായ പ്രമാണങ്ങൾ അവൻ്റെ കയ്യിൽ ദൈവം നൽകി. അത് ചെറിയൊരു കാര്യമല്ല. ദൈവം ഒരാളെ നോമ്പെടുത്ത് ഒരുക്കിയാൽ ദൈവം ആ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുന്നത് വെളിപാടുകളാണ്. അതിനുവേണ്ടി നമ്മൾ നോമ്പെടുക്കണം. ഈ 8 ദിവസത്തെ നോമ്പേ ഉള്ളൂ. പക്ഷേ
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉള്ളതുകൊണ്ട് ഈ 8 ദിവസത്തെ നോമ്പിൻ്റെ ഒടുവിൽ നമുക്ക് ചില വെളിപാടുകൾ കിട്ടും. എന്താണെന്നറിയാമോ? ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ആരായിത്തീരുമെന്ന വെളിപാടുകൾ, ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ വീട് എന്തായിത്തീരുമെന്നുള്ള വെളിപാടുകൾ, നമുക്കൊരു 15 വർഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ എവിടെ എത്തിക്കാൻ പറ്റുമെന്ന വെളിപാടുകൾ. ഈ റെവലേഷന് വേണ്ടിയിട്ട് നോമ്പെടുക്കുന്നവരുണ്ടോ? ഏലിയ 40 ദിവസം നോമ്പെടുത്തു. ഏലിയായ്ക്ക് എന്താണ് കിട്ടിയതെന്നറിയാമോ? ഏലിയയുടെ നോമ്പിൻ്റെ ഒടുവിൽ ഏലിയ അഗ്നിരഥത്തിൽ ആകാശത്തിലേക്ക് കരേറി. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏലിയായ്ക്ക് കിട്ടിയത് നിത്യതയെക്കുറിച്ചുള്ള വെളിച്ചമായിരുന്നു. ഈ ഭൂമിയിൽ നടന്നാലും നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വെട്ടം ഏലിയായ്ക്ക് കിട്ടി. ഇതാണ് നോമ്പിൻ്റെ അടിസ്ഥാനം. അപ്പോഴതുകൊണ്ട് ഈ 8 നോമ്പ് നാം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ചില ദിശാബോധങ്ങൾ വേണം. ഹൃദയാകാശങ്ങൾ വിശാലമാകണം. നമ്മുടെ ജീവിത ചക്രവാളങ്ങൾ വിശാലമാകണം. നാളെ നമ്മുടെ തലമുറ, നമ്മുടെ സഭ, നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് എന്തായിത്തീരണമെന്ന് വ്യക്തവും കൃത്യവുമായ കാഴ്ചപ്പാടുകളുണ്ടാകണം, ഉൾക്കാഴ്ചകളുണ്ടാകണം. ഇതിനു വേണ്ടിയാണ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. ഈശോ എന്തുകൊണ്ടാണ് നോമ്പെടുത്തപ്പോൾ ഈശോയ്ക്ക് പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ ഭൗതിക സുഖങ്ങളോ വസ്തുവോ വീടോ സൗകര്യങ്ങളൊന്നുമല്ല ഈശോയ്ക്ക് ഒരുക്കപ്പെട്ടത്. ഈശോ 40 ദിവസം നോമ്പെടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നു. 40 ദിവസത്തെ നോമ്പിൻ്റെ ഒടുവിൽ അവൻ മരുഭൂമിയിൽ നിന്ന് മടങ്ങുന്നു. മടങ്ങിയതിന് ശേഷം അവന് കിട്ടിയ വെളിപാട് എന്താണെന്നറിയാമോ? അവൻ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. നസ്രത്തിലെ സെനഗോഗിൽ അവൻ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു: കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, ഇവ പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഐ ആം ദ അനോയിൻറ്റഡ് വൺ. ഞാൻ അഭിഷേകമുള്ളവനാണ്. ഈ വെളിപാടാണ് ഈശോയ്ക്ക് കിട്ടിയത്. ഇപ്പം ഈ 40 ദിവസത്തെ നോമ്പിൻ്റെ ഒടുവിൽ ഈശോയ്ക്ക് കിട്ടിയത് ഒരു റെവലേഷനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ നീലക്കാപ്പായിൽ പൊതിഞ്ഞ് സൂക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ, നമുക്ക് ഈ 8 ദിവസത്തിന് ഒടുവിൽ ചില ഉൾക്കാഴ്ചകൾ കിട്ടണം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ പരിശുദ്ധ അമ്മയുടെ ജീവിത ചക്രവാളങ്ങളെ നമുക്ക് വളരെ വ്യക്തവും കൃത്യവുമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ഒടുവിൽ അമ്മയോട് ചേർന്ന് പുതിയ ഹൃദയാകാശങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ വീടിനെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നാം ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സമൂഹത്തിലും ഇടവകയിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരോടുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവമേ സ്വർഗത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഒരു നിയോഗം കൂടി നമ്മളുടെ ഈ പൊതുനിയോഗങ്ങളോട് ചേർത്ത് വെച്ച് നമ്മൾ നോമ്പെടുക്കണം. അത് അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും അമ്മയുടെ ഈ ബർത്ത്ഡേക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന കാഴ്ചപ്പാടുകൾ തരണമേ, ജ്ഞാനം തരണമേ എന്ന പ്രാർത്ഥന കൂടെ കൊണ്ടാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം: കർത്താവേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അവിടുത്തെ ഉന്നത സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതമെന്തെന്ന് ഞാൻ അറിയട്ടെ. ഇതിനല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ജ്ഞാനം കിട്ടണം, വെളിപാടുകൾ കിട്ടണം. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് മീതെ നിത്യതയോട് ബന്ധമുള്ള ഹൃദയാകാശങ്ങൾ വിശാലമാക്കുന്ന, ജീവിത ചക്രവാളങ്ങൾ വിശാലമാക്കുന്ന, നമ്മെ സ്വർഗത്തോടടുപ്പിക്കുന്ന ജീവിത കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകാൻ വേണ്ടി നമ്മുടെ തലമുറയ്ക്ക്, വീടിന്, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ജീവിത സഖിക്ക്, കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം.
അതിനാൽ ഈ ദിവസങ്ങളിൽ ഈ വചനം നമുക്ക് കൃപയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത വിശ്വാസ മേഖലയിലുള്ള നമ്മളുടെ ഒരു ഉറപ്പാണ്. ഒരു പക്ഷെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ധാരാളം തവണ ധ്യാനിച്ചതും ചിന്തിച്ചതുമാണ്. എങ്കിൽ തന്നെയും വചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ കൊണ്ടു നടന്ന ഒരു വിശ്വാസത്തിൻ്റെ ഗ്രേഡുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിശ്വാസം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഒരു ബിഗിനിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാരംഭ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ദൈവം എന്നെ നോക്കിക്കൊള്ളും, ദൈവം എന്നെ കരുതിക്കൊള്ളും, എൻ്റെ ദൈവം നല്ലവനാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ഉള്ള വിശ്വാസമാണിത്. ഇതിൻ്റെ പേരാണ് ബിഗിനിങ് ഫെയ്ത്ത്, പ്രാരംഭ വിശ്വാസം. എന്നാൽ മറ്റൊരു വിശ്വാസമുണ്ട്, പെർഫെക്റ്റ് ഫെയ്ത്ത്. എന്താണെന്നറിയാമോ? പൂർണ്ണ വിശ്വാസം. ഇത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സുന്ദരമായ പാഠമാണ്. മനസ്സിലാക്കണം, വിശ്വാസം രണ്ട് തരത്തിലുണ്ട്. അതിനെ മനസ്സിലാക്കാൻ ഒരു ചെറിയ ബൈബിൾ ഭാഗം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ അത് വായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. 18-ാം വാക്യം, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഇതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. നമ്മുടെ വിഷയം മറക്കരുത്, ബിഗിനിങ് ഫെയ്ത്ത് ആൻഡ് പെർഫെക്റ്റ് ഫെയ്ത്ത്. പ്രാരംഭ വിശ്വാസവും പൂർണ്ണ വിശ്വാസവും. ഇവിടെ ദാനിയേലിൻ്റെ കൂടെയുള്ള 3 ചെറുപ്പക്കാർ, ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ, ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടിമ കോളനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ 3 ചെറുപ്പക്കാർ, ആ കാലഘട്ടത്തിൽ ഏറ്റ ഒരു വിശ്വാസത്തിൻ്റെ വെല്ലുവിളിയുണ്ട്. നെബൂഖദ്നേസർ മഹാരാജാവ്, വിജാതീയ രാജാവ് പറഞ്ഞു, ഇനിമേൽ ആർക്കും ദൈവങ്ങൾ വേറെ വേണ്ട, ഞാനാണ് ദൈവം. അയാൾ 60 മുഴം ഉയരമുള്ള തൻ്റെ വിഗ്രഹം, സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, രാവിലെ ആളുകൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എന്നെ വണങ്ങിക്കോണം, സ്തോത്രകാഴ്ച ഇട്ടോണം, പൊക്കോണം. നാട്ടിലെ അടിമകളായ 3 ചെറുപ്പക്കാർ, നട്ടലുള്ള ദൈവവിചാരമുള്ള ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന 3 ചെറുപ്പക്കാർ, അവർ പറഞ്ഞു, സൗകര്യമില്ലെന്ന് പറഞ്ഞു. സൗകര്യമില്ല, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, അവൻ്റെ പേര് യാഹ്വേ എന്നാണ്, അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നീ പോയി പണി നോക്കാൻ പറഞ്ഞു. ഉടനെ രാജാവ് പറഞ്ഞു, ദേ ചൂള, കത്തുന്ന ചൂള കണ്ടോ, 10,000 ഡിഗ്രി ഫർണസാണ്, അടുത്ത് പോയാൽ എരിഞ്ഞു പോവും, കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു, 3-നെയും കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു. ഉടനെ ഈ പിള്ളേര് പറയുന്ന മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. 17-ാം വാക്യം, അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം യഹോവ ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന്, ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇതാണ് ബിഗിനിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ വിശ്വാസമുണ്ട്. ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, സ്കാനിങ് റിപ്പോർട്ട് നെഗറ്റീവ് ആകുമ്പോൾ പെട്ടെന്ന് നമ്മളും പറയും, എൻ്റെ ദൈവം നോക്കിക്കൊള്ളും, എൻ്റെ ദൈവം ഈ ചൂളയിൽ നിന്ന് എന്നെ രക്ഷിക്കും, എനിക്കെൻ്റെ ദൈവമുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ബിഗിനിങ് ഫെയ്ത്ത്, പ്രാരംഭ വിശ്വാസം. ഇതെല്ലാവർക്കും ഉണ്ട്, ഇത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു വിശ്വാസമാണ്. പക്ഷേ 18-ാം വാക്യമാണ് പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടിക്കുറിപ്പായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്താണ് പൂർണ്ണ വിശ്വാസം? അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, രാജാവേ,
ഇക്കാര്യം കൂടി നീ അറിഞ്ഞുകൊള്ളണം. എന്ത്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും, അതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറൊരു വിശ്വാസം കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് പൂർണ്ണ വിശ്വാസം. എന്താണെന്നറിയാമോ? രാജാവേ, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, ഞങ്ങളുടെ ഈ ദൈവം, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ യഹോവ ഈ ചൂളയിൽ നിന്ന്, നിന്റെ ഈ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മതി. ഞങ്ങൾക്ക് വേറൊരു ദൈവം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇതാണ് പൂർണ്ണ വിശ്വാസം. ഈ ദൈവം അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, ഈ ദൈവം സൗഖ്യം തരുന്നില്ലെങ്കിൽ പോലും, ഈ ദൈവം എന്നെ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ പോലും, വർഷങ്ങളായി പള്ളിയിൽ കയറി നടന്ന് എൻ്റെ കാല് തേഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് യാതൊരു ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്കെൻ്റെ ഈ ദൈവം മതി. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്നാ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്തോരം പ്രാർത്ഥനകളും നൊവേനകളും മുടക്കമില്ലാതെ നടത്തിയിട്ടും പഴയ അവസ്ഥ തന്നെയല്ലേ. എന്നാലും നമ്മൾ പിന്നെയും പള്ളിയിൽ പോകും. എന്നാലും നമ്മൾ ഈ കൊന്ത നിർത്തുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് പെർഫെക്റ്റ് ഫെയ്ത്ത്. ഈ ഭൂമിയിലെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നിഷേധിച്ചാൽ പോലും എനിക്ക് ഈ ദൈവം മതി. ഇതിൻ്റെ പേരാണ് പെർഫെക്റ്റ് ഫെയ്ത്ത്, പൂർണ്ണ വിശ്വാസം. ഇങ്ങനൊരു വിശ്വാസമുണ്ട്. ഇതാണ് പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന വിശ്വാസം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ ഈ ബിഗിനിങ് ഫെയ്ത്തിൻ്റെയും പൂർണ്ണ വിശ്വാസമായ പെർഫെക്റ്റ് ഫെയ്ത്തിൻ്റെയും രണ്ട് സാക്ഷ്യങ്ങളായി, നേർസാക്ഷ്യങ്ങളായി മാത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് 2 തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്തുകൊണ്ടാണ് 2 തവണ മാത്രം പറഞ്ഞതെന്നറിയാമോ? ഈ കാര്യം യോഹന്നാൻ പഠിപ്പിക്കാനാണ്. എന്ത്? നമുക്ക് മക്കളെ ഒരു പ്രാരംഭ വിശ്വാസവുമുണ്ട്, ഒരു പൂർണ്ണ വിശ്വാസവുമുണ്ട്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ കാനായിലെ അത്ഭുതം നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ അവിടെ അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, ഈ കാനായിൽ ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൻ്റെ പേരാണ് പ്രാരംഭ വിശ്വാസം. എന്നാൽ ഈ അമ്മയെ യോഹന്നാൻ പിന്നീട് അവതരിപ്പിക്കുന്നേയില്ല. ഏറ്റവും ഒടുവിൽ കുരിശിൻ്റെ ചുവട്ടിൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ. ഇതാണ് പൂർണ്ണ വിശ്വാസം. ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ കാനായിൽ അതെന്തുകൊണ്ടാണ് പ്രാരംഭ വിശ്വാസത്തിൻ്റെ ഒരു ചിത്രം തരുന്നത്? നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. വീഞ്ഞ് തീർന്നുപോയി കല്യാണത്തിൽ. സ്വാഭാവികമായിട്ടും ഈ പ്രതിസന്ധിയിൽ അവർ വല്ലാതെ അലഞ്ഞു, ബുദ്ധിമുട്ടി. നാട്ടുകാർ കളിയാക്കും, പരിഹസിക്കപ്പെടും. ഈ ഇല്ലായ്മയുടെ വല്ലായ്മയുടെ നട്ടം തിരിഞ്ഞ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ട് പറഞ്ഞു, മോനെ, അവർക്ക് വീഞ്ഞ് ഇല്ല. മോൻ പറഞ്ഞു, അമ്മേ, സമയമായിട്ടില്ല, ടൈമായില്ല. അമ്മ പറഞ്ഞു, മോനെ, നിൻ്റെ സമയമായിട്ടില്ല, ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളുടെ സമയമായി, നീ ഇടപെട്ടേ പറ്റൂ. അമ്മയുടെ നിർബന്ധത്തിൻ്റെ മുൻപിൽ പുത്രൻ സ്വർഗത്തിലെ ഘടികാരത്തിലെ സമയം മാറ്റി. ഇതാണ് പ്രാരംഭ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും, ദൈവത്തോട് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും, ദൈവമേ, നാണം കെടുത്തരുത്, തകർത്ത് കളയരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടവരരുത്, പരിഹാസപാത്രമാകാൻ ഇടവരരുത്, അതുകൊണ്ട് ദൈവമേ ഇടപെട്ടേ പറ്റൂ. ദൈവം പറയും, സമയമായിട്ടില്ലല്ലോ മോനെ. ഉടനെ നമ്മൾ അമ്മയെ പിടിക്കും, അമ്മ പറയും, ഇടപെട്ടേ പറ്റൂ. അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിൽ സ്വർഗം തൻ്റെ സമയം മാറ്റും, നമുക്ക് അനുഗ്രഹം തരും. അപ്പം നമ്മൾ പറയും, താങ്ക് യു. ഇതാണ് പ്രാരംഭ വിശ്വാസം. എനിക്കറിയായിരുന്നു ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. സ്നേഹമുള്ളവരെ, എന്നാൽ കുരിശിൻ്റെ ചുവട്ടിൽ ഈ അമ്മ നിൽക്കുമ്പോൾ
ഒരു ക്രൈസിസ് ഉണ്ട്. ഈ ക്രൈസിസ് വല്ലവരുടെയും വീട്ടിലെ ക്രൈസിസ് അല്ല. കാനായിലെ കല്യാണത്തിൽ ഉണ്ടായ പ്രതിസന്ധി വേറൊരാളിൻ്റെ വീട്ടിലെ പ്രതിസന്ധിയാണ്. അയൽപക്കത്തെ വീട്ടിലെ കല്യാണത്തിലുണ്ടായ പ്രതിസന്ധിയാണ്. പക്ഷേ യോഹന്നാൻ ഇവിടെ പറയുന്നത് ഈ പെണ്ണിൻ്റെ വീട്ടിൽ, നസ്രത്തിലെ മറിയത്തിൻ്റെ വീട്ടിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. എന്താണെന്നറിയാമോ? ഒരേ ഒരു മകനെയാണ് അടിച്ച് തറച്ച് കൊത്തി നുറുക്കി കാൽവറിയുടെ നെറുകയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. വില്ലുപോലെ അവൻ്റെ ശരീരം വളഞ്ഞു കിടക്കുകയാണ്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ആകാശത്തിലേക്ക് നോക്കി ഏൽ ഏൽ ലമ്മാ ശബക്താനി എന്ന അലമുറയിടുന്ന ഏക മകൻ പിടയുന്ന കാഴ്ച സ്വന്തം വീട്ടിലെ സങ്കട കാഴ്ചയാ, നീറുന്ന കാഴ്ചയാ, ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചയാ. പക്ഷേ ഈ അമ്മ സ്വർഗത്തോട് മധ്യസ്ഥം യാചിക്കുന്നില്ല. ഈ അമ്മ ഏകമകൻ്റെ മരണപ്പീഡ കണ്ടിട്ടും ജീവിതഗതി പൊട്ടി പോയിട്ടും വഴിത്താരകളെല്ലാം അടഞ്ഞു പോയിട്ടും ശ്വാസം മുട്ടി മരിക്കേണ്ടി വരുന്ന ഏകമകൻ്റെ കുരിശിൻ്റെ കാൽ കീഴിൽ നിന്നിട്ട് ദൈവത്തെ നോക്കി പറഞ്ഞില്ല, ഇറക്കിവിട എൻ്റെ കുഞ്ഞിനെ, തിരിച്ചു താ എൻ്റെ പൊന്നിനെ. അവൾ പറഞ്ഞത്, ദൈവമേ, എൻ്റെ കുഞ്ഞിനെ എടുത്താലും എനിക്ക് ഈ ദൈവം മതി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായാലും, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് കൈമോശം വന്നാലും എനിക്കെൻ്റെ ദൈവം മതി. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പെർഫെക്റ്റ് ഫെയ്ത്ത്, പൂർണ്ണ വിശ്വാസം. ഈ അമ്മയോടുള്ള നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ കാലയളവാണ് ഈ 8 നോമ്പ്. അമ്മയുടെ പിറന്നാൾ സ്വർഗം വളരെ സന്തോഷത്തോടെ ആചരിക്കുന്ന സമയം നമുക്കും സ്വർഗത്തിൻ്റെ എല്ലാ സമ്മാനങ്ങളും വാങ്ങിച്ചെടുക്കാനുള്ള സമയമാണ്. അതിലേറ്റവും നല്ല സമ്മാനമാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരത, പൂർണ്ണ വിശ്വാസം. ദൈവമേ, ജീവിതം എത്ര വഴിമുട്ടിയാലും എനിക്ക് ഈ ദൈവം മതി എന്ന് പറയുന്ന ഒരു വിശ്വാസം. നമുക്കറിയാം, ലോകം നിരീശ്വരവാദത്തിൽ, യുക്തിവാദത്തിൽ, ലോകത്തിൻ്റെ ജഡത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളിൽ ഓടി തിമിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, ഭാവിയും സുരക്ഷിതമാണോ എന്നറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ ചുരുങ്ങിപ്പോകുന്ന, നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ജീവിതാവസ്ഥയാണ്. നമ്മുടെ ഭാവി സുരക്ഷിതമല്ല, പ്രത്യാശാഭരിതമല്ല, ശ്വാസം മുട്ടി മരിച്ചു പോകാനാണ് സാധ്യത. അതുപോലെയാണ് നമുക്ക് ചുറ്റും അന്തരീക്ഷവും ആളുകളും അലമുറയിടുന്നത്. മനുഷ്യൻ മനുഷ്യൻ്റെ മേൽ മനുഷ്യ സവാരി നടത്തുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഈ അമ്മ കാണിച്ചു തരുന്ന ഈ വിശ്വാസത്തിൻ്റെ ദൃഢത, ഇത് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് വിലപ്പെട്ടതാണ്. ഈ അമ്മ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനും ഈ അമ്മയുടെ നിയന്ത്രണത്തിൽ ജീവിക്കാനും നമുക്ക് ശ്രദ്ധിക്കണം. ഒരിക്കൽ ഒരു സന്യാസി പറഞ്ഞ ഒരു സാരോപദേശ കഥയുണ്ട്. ഒരു ചെറുപ്പക്കാരനെ ഉപദേശിച്ചതാണ്. പറഞ്ഞു, മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഈ പിറുപിറുപ്പും അസ്വസ്ഥതകളും പ്രായത്തിൻ്റെതായ ഈ എതിർപ്പുകളുമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? സന്യാസി പറഞ്ഞു, മോനെ, നിൻ്റെ അപ്പൻ നിന്നെ ഇത്രമേൽ വളർത്തി എത്തിച്ചത് നീ മറക്കരുത്. അവനാണ് നിൻ്റെ എല്ലാം. അതുകൊണ്ട് നിൻ്റെ അധ്വാനത്തിൻ്റെ 10% നീ നിൻ്റെ അപ്പന് കൊടുക്കണം. അവനത് കേട്ടു. എന്നിട്ട് ഈ സന്യാസി പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് നീ ഒന്നും കൊടുക്കരുത്. നിൻ്റെ അമ്മയ്ക്ക് നീ ഒന്നും കൊടുക്കണ്ട. അതെന്താ? നിൻ്റെ അമ്മ നിനക്കുള്ളതെല്ലാം എടുത്തോട്ടെ. അവൾ എടുത്തിട്ട് എന്തെങ്കിലും മിച്ചം നിനക്കുണ്ടെങ്കിലേ നീ എടുക്കാവൂ. കാരണം നീ അവളുടെ ഭിക്ഷയാണ്, നീ അവളുടെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിൻ്റെ നേർക്കാഴ്ച തുറന്നു കിട്ടിയിട്ടുള്ള, ഉൾക്കാഴ്ചകൾ, വെളിപാടുകൾ തുറന്നു കിട്ടിയിട്ടുള്ള ആളുകൾക്കറിയാം, ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സഹനങ്ങളൊക്കെ അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? ഈ പൂർണ്ണ വിശ്വാസത്തിൽ നാം വളരാൻ വേണ്ടി.
അവൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്തിനാണെന്നറിയാമോ? നിത്യതയോളം നാം എത്താൻ വേണ്ടി, നാം വളരാൻ വേണ്ടി, അനേകാത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടി. ഒരുപക്ഷെ നമ്മുടെ ജീവിതം അവൾ ചോദിച്ചേക്കാം, നമ്മുടെ സമയം ചോദിച്ചേക്കാം, നമ്മുടെ ബുദ്ധിയും ജ്ഞാനവും ബന്ധങ്ങളും ചോദിച്ചേക്കാം. കൊടുക്കണം, അവൾ എടുത്തോട്ടെ. അവളുടെ ഭിക്ഷയാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് വിശ്വസിക്കാൻ നമുക്കാകണം. അങ്ങനെ ഒരു ഹൃദയ അടുപ്പം അവളോട് നമുക്കുണ്ടാകട്ടെ. ഈ പിറന്നാളിൽ അവളിൽ നിന്ന് എന്തെല്ലാം നേടിയെടുത്താലും എന്തെങ്കിലും അവൾക്ക് കൊടുക്കാനും നമുക്ക് വേണം. അതിന് ഈ പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടരുകൾ നമ്മളെ വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിറന്നാളിൻ്റെ എല്ലാ നൽവരങ്ങളും സ്വർഗം നിങ്ങൾക്ക് കൽപ്പിച്ചു നൽകട്ടെ. തിരുസഭയുടെ മാതാവ് തൻ്റെ സഭയോട് നിങ്ങളെ ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മളൊരു ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൻ്റെ അന്ധവിശ്വാസങ്ങളും അല്പവിശ്വാസങ്ങളും അവിശ്വാസങ്ങളും യുക്തിചിന്തകളും നിരീശ്വരവാദങ്ങളുമൊക്കെ പ്രബലമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന അറിവുകളെല്ലാം ശരിയാണെന്ന് ധരിച്ച് തെറ്റായ വഴികളിലൂടെ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നേരായ വഴികളിലൂടെ വിശ്വാസത്തിൻ്റെ ദൃഢതയിലൂടെ പൂർണ്ണമായൊരു കൃപയിലേക്ക് വളരാൻ അമ്മ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ അമ്മയോടൊപ്പം ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ദൈവപിതാവേ എന്നോടെ താതന്നെ ദൂതന്മാർ പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ ഇന്നും നീ യോഗ്യനാ. ഈശോനാഥായ കർത്തനാം ദൈവം നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ
യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ ഇന്നും നീ യോഗ്യനാ. ആശ്വാസപ്രദനെ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നീരും എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നീരും എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളെ നിരന്തരം നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അമ്മയുടെ പിറന്നാളിൽ നമുക്ക് ഇന്ന് സ്വർഗം കനിഞ്ഞു തരുന്ന കൃപ വിശ്വാസത്തിൻ്റെ കൃപയാണ്. പൂർണ്ണമായ വിശ്വാസം, പ്രാരംഭ വിശ്വാസം എല്ലാവർക്കുമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ, ജോലി മേഖലകളിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ മനസ്സിൽ, നമുക്ക് വേണ്ടി ദൈവം തന്ന ബന്ധങ്ങളിൽ ഒക്കെ നമുക്കൊരു വിശ്വാസമുണ്ട്. വിശ്വാസം കൂടാതെ ജീവിക്കാനാവില്ല. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന പൂർണ്ണ വിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം എടുത്തു മാറ്റിയാലും എനിക്ക് ദൈവം മതി എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം. അങ്ങനെ ജീവിക്കുന്ന ഒരുപിടി ആൾക്കാരാണ് ഈ ഭൂമിയെ മുന്നോട്ട് നയിക്കുന്നത്. അവർ പറയുന്നതാണ് സ്വർഗം ചെവിക്കൊള്ളുന്നത്. ഈ ഭൂമിയിൽ എല്ലാം കൈമോശം വന്നാലും എനിക്കെൻ്റെ ദൈവം മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിൻ്റെ പേരാണ്, തലയെടുപ്പിൻ്റെ പേരാണ് പൂർണ്ണ വിശ്വാസം. നമുക്ക് ഈ ആരാധനയിൽ അമ്മ കാട്ടിത്തന്ന പെർഫെക്റ്റ് ഫെയ്ത്തിൻ്റെ ഒരു അനോയിൻറ്റിങ് നാം ഇന്ന് സ്വീകരിക്കണം. ഈ ഭൂമിയിൽ വിശ്വാസം കൂടാതെ ഒന്നും ആർക്കും ചെയ്യാനാവില്ല. ഈശോ അരുളി ചെയ്തു, വിശ്വസിച്ചാൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടിളകി കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കും. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ, അവരുടെ അവിശ്വാസ നിമിത്തം അവന് അവിടെ അധികം അത്ഭുതമൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ബൈബിൾ സങ്കടത്തോടെ എഴുതി വെക്കുന്നുണ്ട്. ഈശോയ്ക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അത്ഭുതങ്ങൾ ചെയ്യാൻ അറിവില്ലാഞ്ഞിട്ടല്ല,
മറിച്ച് അവരുടെ അവിശ്വാസം നിമിത്തം അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വർദ്ധിക്കാൻ ഈ കാലഘട്ടത്തിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് an outdated history. എഴുതിത്തള്ളിയ പുറന്തള്ളപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ പേരല്ല ജീസസ്. അവൻ ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കാൻ അകക്കണ്ണുകൾ തുറക്കണം. തുളയ്ക്കപ്പെട്ടവൻ്റെ കരം ഈ ആരാധനയിൽ നമുക്ക് മീതെ നിൽക്കുന്നു എന്ന് വിശ്വസിക്കാനാവണം. അമ്മയുടെ തിരുനാളിൽ അവൻ വാരി വിതറുന്ന സ്വർഗത്തിൻ്റെ നൽവരങ്ങളും കൃപകളും ഇപ്പോൾ ഈ അമ്മ മനസ്സെന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നൽകപ്പെടുന്നുവെന്ന് വിശ്വസിക്കാനാവണം. വിശ്വാസം അത് നമ്മുടെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കും. നമുക്ക് ഈരടികൾ പാടി, കർത്താവേ, സജീവമായ വിശ്വാസം തരണമേ, ഹൃദയത്തിൻ്റെ ഉറപ്പ് നൽകണമേ, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യങ്ങൾ നൽകണമേ, അദൃശ്യമായൊരു ചക്രവാളം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നും അവിടുത്തെ മാത്രമാണ് ഏക സത്യമെന്ന് വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദാനിയേൽ വിശ്വസിച്ചു, മോശ വിശ്വസിച്ചു, ജോഷുവായും കാലെബും വിശ്വസിച്ചു. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ച ധീര വനിതകളുണ്ട്. റുത്തും ജൂഡിത്തുമൊക്കെ പഴയ നിയമത്തിലെ നാഴികക്കല്ലുകളായി നിൽക്കുന്നു. ദാവീദും സോളമനും ദൈവത്തിൻ്റെ അനന്തശക്തിയിൽ വിശ്വസിച്ചു. യെശയ്യായും ജെറമിയായും ഏലിഷായും ഏലിയായും ദൈവത്തിൽ ശക്തമായി വിശ്വസിച്ചു. പുതിയ നിയമത്തിലും ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരു കാര്യം മാത്രം: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ: കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യാനല്ല, മരിച്ചവരെ ഉയർപ്പിക്കാനല്ല, നന്നായി പ്രസംഗിക്കാനുള്ള കഴിവിനല്ല, മറിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കാരണം അവർക്ക് മനസ്സിലായി, വിശ്വാസിയുടെ ലോകം വിശാലമാണ്. അവിശ്വാസികളുടെയും അന്ധവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും ലോകം ഈ ലോകം കൊണ്ട് തീരും. അവർക്ക് അദൃശ്യമായൊരു ലോകമില്ല, അദൃശ്യമായ ചക്രവാളങ്ങൾ കാണാനുള്ള കഴിവില്ല. എന്നാൽ വിശ്വാസിയുടെ ലോകം വിശാലമായ ലോകമാണ്. അത് ഈ ലോകത്തെയും വരാനിരിക്കുന്ന ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളുന്നു. വിശ്വാസിക്കാണ് നേട്ടം. വിശ്വാസിക്കാണ് ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും നേട്ടം കൊയ്യാനാവുക. വിശ്വാസം അതിൻ്റെ തോതും അളവും അനുസരിച്ചാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുക. ഒരിക്കൽ രണ്ട് അന്ധന്മാർ ഈശോയെ സമീപിച്ചു: കർത്താവേ, കാഴ്ച തരണമേ. ഈശോ വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു: ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു: കർത്താവേ, ഞങ്ങൾക്ക് കാഴ്ച വേണം. ഈശോ ചോദിച്ചു: നിങ്ങൾക്ക് കാഴ്ച തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾക്ക് കാഴ്ച തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഒരാൾ പറയുകയാണ്: കർത്താവേ, എൻ്റെ ഒരു കണ്ണിന് കാഴ്ച തരാൻ നിനക്ക് പറ്റും, മറ്റേ കണ്ണ് ചീഞ്ഞുപോയി, രക്ഷയില്ല. ഈശോ അവനോട് പറയും:
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പാതി വിശ്വസിച്ചാൽ പാതി അത്ഭുതം, കുറച്ച് വിശ്വസിക്കുന്നുള്ളെങ്കിൽ കുറച്ച് മാത്രം നന്മ, പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ പൂർണ്ണമായ അത്ഭുതങ്ങൾ, പൂർണ്ണമായ അടയാളങ്ങൾ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ പറഞ്ഞു. ഈശോ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. യേശുവിൻ്റെ കഴിവ് പോലെയല്ല, നമ്മുടെ വിശ്വാസം പോലെയാണ് കാര്യങ്ങളുടെ നീക്കുപോക്ക്. പൂർണ്ണമായൊരു വിശ്വാസം നമുക്ക് വേണം. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം, ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ സ്വർഗീയ കൃപകളെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്കൊരുക്കിയ ഈ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മയിൽ വിളങ്ങിയ വിശ്വാസത്തിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പൂർണ്ണമായി വിശ്വസിക്കുക, അങ്ങയിൽ വിശ്വസിക്കുക, അങ്ങ് ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുക, അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിക്കുക, അങ്ങിലല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ലെന്ന് വിശ്വസിക്കുക. ഈശോയേ, കൃപ തരണമേ. അമ്മയുടെ പ്രാർത്ഥനകളാ ഞങ്ങളിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. ഞങ്ങളിലുള്ള അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അല്പവിശ്വാസങ്ങളും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയേ, പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ തിരുനാളിനെ ഏറ്റവും വിലമതിക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഈ കുടുംബങ്ങളെയും വ്യക്തികളെയോ പുരോഹിതരെയോ സന്യസ്തരെയോ ഇടവകകളെയോ സഭകളെയോ കൂട്ടായ്മകളെയോ വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ, ദാവീദിന്റെ പുത്ര, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സ്വരമുയർത്തി പാടാം. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിരീശ്വരവാദങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് ലോകം പാപം പിശാചനെ തൊടുകയില്ല, ദുഷ്ടശക്തികൾ ആട്ടിപ്പായി ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുമാറിപ്പോകട്ടെ. ലോകം പാപം പിശാചനെ തൊടുകയില്ല, കൃപ വ്യാപരിക്കട്ടെ. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കാലങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും ഒട്ടും സാധിക്കാതെ, ജീവിതത്തിന് വഴികൾ തുറക്കാതെ നിരന്തരം തടസ്സം അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈ ധ്യാന ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ കർത്താവിൻ്റെ വിശ്വാസ ശക്തി വ്യാപരിക്കട്ടെ. തളർന്നു പോകാതെ, പിന്മാറിപ്പോകാതെ, മടുത്തു പോകാതെ, മന്ദത പിടിക്കാതെ, ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ മടുപ്പോ മന്ദതയോ ഇല്ലാതെ തീക്ഷ്ണതയുടെ എരിവോടെ പ്രാർത്ഥിക്കാൻ
പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. നമ്മളുടെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക. അമ്മയിൽ നിന്നൊഴുകുന്ന വിശ്വാസ ശക്തി എല്ലാ പ്രിയപ്പെട്ട മക്കളിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ തകർച്ചകളിൽ നിന്ന് മോചിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയട്ടെ. ഈ കാലഘട്ടത്തിൽ സഭയിൽ പോലും അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അല്പവിശ്വാസങ്ങളും വിശ്വാസത്യാഗങ്ങളും വിശ്വാസം പരിത്യജിച്ചു കൊണ്ടുള്ള യാത്രകളും വിശ്വാസം ത്യജിച്ച് ഈ ലോകത്തിൽ മാത്രം അടിപ്പെട്ട് കഴിയുന്ന, ഈ ലോകത്തിൻ്റെ പണവും ഈ ലോകത്തിൻ്റെ അധികാരവും ഈ ലോകത്തിൻ്റെ സമ്പത്തും ഈ ലോകത്തിൻ്റെ ധൂർത്തും മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളിലേക്ക് പരിശുദ്ധ ശക്തി ഇറങ്ങണമെന്ന് ആഗ്രഹിക്കാം. ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ, വിടുതൽ നിറയട്ടെ, ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലും വിശ്വാസ ചൈതന്യം നിറയട്ടെ. വിശ്വാസങ്ങളെല്ലാം മാറി, അന്ധവിശ്വാസങ്ങൾ മാറി, ദൈവത്തിൻ്റെ ആത്മശക്തിയിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കട്ടെ. അമ്മയുടെ തിരുനാളിൽ വിശ്വാസ കൂട്ടായ്മ വർദ്ധിക്കട്ടെ. ഇരുള് വീണുപോയ എല്ലാ മേഖലകളിൽ നിന്നും സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എല്ലാം സുസാധ്യമാക്കുന്നത് എൻ്റെ ദൈവമാണ്. ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് ആശീർവാദം നമ്മൾ സ്വീകരിക്കാം. കരങ്ങൾ നീട്ടി, തുളയ്ക്കപ്പെട്ടവൻ്റെ കരം നീട്ടി ഈ സമയം ഈ അമ്മ മനസ്സെന്ന ധ്യാന ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാം. തളർന്നു പോകാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. രോഗക്കിടക്കയിലായിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. തകർന്നു കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും, മദ്യപാനത്തിൻ്റെയും കടബാധ്യതയുടെയും അടിമത്തങ്ങളിൽ കഴിയുന്ന മക്കളും തളർന്നു പോകാതെ പ്രാർത്ഥിക്കട്ടെ. ഇനിയും ഒരു ജീവിതം സാധ്യമാണോ? ഇനിയും എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണോ? ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അനേകരെ ഇപ്പോൾ കർത്താവിൻ്റെ തുളയ്ക്കപ്പെട്ട കരം നീട്ടി സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ലൂക്ക 1:37. ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശ്വസിച്ച് ആശീർവാദം സ്വീകരിക്കുക. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഈശോയേ, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ.